ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയാസ് ആൻഡ് ആർക്ക് ലൈൻസ് എന്ന സെഷനിലെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ദാറ്റ് ലൈസ് ഔട്ട്സൈഡ് ദി കാർഡിയോയിഡ് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ആൻഡ് ഇൻസൈഡ് ദി സർക്കിൾ ആർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കാണേണ്ട ഏരിയ ഏത് റീജിയൻ്റെ ആണെന്ന് ചെക്ക് ചെയ്യാം. അതിൽ ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ എന്ന കേർവിൻ്റെ ഔട്ട്സൈഡ് കിടക്കുന്ന റീജിയൻ ആയിരിക്കണം. അതേസമയം അത് ആർ ഈക്വൽ ടു 1 എന്ന സർക്കിളിൻ്റെ ഇൻസൈഡ് റീജിയനും ആവണം. ഇത്തരത്തിലാണ് നമുക്ക് തന്നിട്ടുള്ള റീജിയൻ ഉള്ളത്. ഈ റീജിയൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ എന്ന കേർവ് എന്ന കാർഡിയോയിഡിനെ പ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ നേരെ മിറർ ഇമേജ് എടുത്ത പോലെയാണ് 1 മൈനസ് കോസ് തീറ്റ ഉണ്ടായിരിക്കുക. അങ്ങനെ 1 മൈനസ് കോസ് തീറ്റ എന്ന കേർവിനെ കാർഡിയോയിഡിനെ ആദ്യം സ്കെച്ച് ചെയ്യുക. അതിനുശേഷം ആർ ഈക്വൽ ടു 1 എന്ന സർക്കിൾ വരയ്ക്കുക. ആർ ഈക്വൽ ടു 1 എന്ന സർക്കിൾ റേഡിയസ് 1 ആയിട്ടുള്ള 0യിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ആർ ഈക്വൽ ടു 1 വരച്ചു. എന്നിട്ട് ആ റീജിയൻ മാർക്ക് ചെയ്യുക. കാർഡിയോയിഡിൻ്റെ ഔട്ട്സൈഡാണ്, അതേസമയം ഇൻസൈഡ് ദി സർക്കിളാണ്. അപ്പോൾ ഈ ഗ്രീൻ ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള റീജിയനാണ് നമുക്ക് ഈ റീജിയൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ റീജിയൻ എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ താഴെ ഈ കാർഡിയോയിഡും സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടോ? താഴെ കാണുന്ന പോയിൻ്റ്. ഈ പോയിൻ്റ് മുതൽ ഇവിടുത്തെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ബ്ലൂ ലൈനും റെഡ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് മുതൽ ഇവിടെ ഈ പോയിൻ്റ് വരെയാണ് നമ്മുടെ റീജിയൻ ഉള്ളത്. അപ്പോൾ അവിടെ തീറ്റ വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണെന്ന് നമുക്ക് കണ്ടെത്തണം, അല്ലേ? ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ്, ഈ രണ്ട് കർവിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ റീജിയൻ വരുന്നത്. അപ്പോൾ അതേസമയം തന്നെ തീറ്റയുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടം വരെയാണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ തീറ്റയുടെ വേരിയേഷനായി. അങ്ങനെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് കാണാൻ ചെയ്യേണ്ടത് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ എന്ന കർവും ആർ ഈക്വൽ ടു 1 എന്ന സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 1 ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി, അല്ലേ? 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 1 ഇംപ്ലൈസ് കോസ് തീറ്റ ഈക്വൽ ടു 0. ഇനി കോസ് തീറ്റ 0 ആവുന്നത് എപ്പോഴാണ്? ഈ റീജിയനകത്ത് നോക്കുക. കോസ് തീറ്റ എവിടെയാണ് 0 ആവുന്നത്? തീറ്റയുടെ വാല്യൂ എന്തെടുക്കുമ്പോഴാണ് കോസ് തീറ്റ 0 ആവുക? പ്ലസ് ഓർ മൈനസ് π/2 ആവുമ്പോഴാണ് കോസ് തീറ്റ 0 ആവുന്നത്. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് π/2ഉം മൈനസ് π/2 ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കിട്ടി. മൈനസ് π/2 മുതൽ π/2 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അതേസമയം തന്നെ ഇത് സിമ്മട്രിക് ആണ്, കണ്ടോ? ആക്സിസ് നോക്കിയേ. തീറ്റ ഈക്വൽ ടു 0 എന്നുള്ള ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിന് സിമ്മട്രിക് ആണ് ഈ പോർഷൻ വരുന്നത്. അപ്പോൾ മൈനസ് π/2 മുതൽ π/2 വരെയുള്ള പോർഷൻ്റെ റീജിയൻ ഏരിയ കണ്ടെത്താൻ നമുക്ക് 2 ടൈംസ് 0 to π/2 കണ്ടാൽ നമ്മുടെ റിക്വയർഡ് ഏരിയ ആയി. ഓക്കെ. ഇനി ഈ ഏരിയ കണ്ടെത്താൻ ഈ റീജിയൻ ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ഏത് കർവാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ എടുക്കുന്നത് നോക്കുക. നമുക്ക് ഈ തീറ്റ ഈ ആക്സിസ് ഇല്ലേ, എക്സ് ആക്സിസ് വരുന്നില്ല, ഇത് പോളാർ ആക്സിസ് ആണ്. അതിൽ ആക്സിസിൽ -∞ ടു ഇൻഫിനിറ്റി പോകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ -∞ മുതൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെറിയ കർവ്, നമ്മുടെ റീജിയൻ്റെ താഴെ കിടക്കുന്ന ആദ്യത്തെ പോർഷൻ ബ്ലൂ കർവാണ്. റീജിയൻ്റെ മിനിമം വാല്യൂ വരുന്നത് ബ്ലൂ കർവിലാണ്. അപ്പോൾ ഇതിലാണ് മിനിമം വരുന്നത്. അതേസമയം ഗ്രേറ്റർ വാല്യൂസാണ് റെഡ് ലൈന്. പിന്നെയും നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോഴാണ് റെഡ് ലൈനിലെത്തുന്നത്. അപ്പോൾ അവിടെയാണ് ഗ്രേറ്റസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ റീജിയൻ്റെ ഏരിയ കണ്ടെത്താൻ നമ്മുടെ ഇവിടുത്തെ ആർ എന്ന കേർവ് വരുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ഫോമിൽ എന്തായിരുന്നു? ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ 1/2 r² d തീറ്റയാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഓരോ റീജിയൻ്റെയും ഏരിയ കണ്ടിട്ട് അതിൽ വലിയ ഏരിയ ഏതാണോ അതിൽ സ്മോൾ റീജിയൻ്റെത് മൈനസ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വരും?
a equal to 1/2 into integral alpha to beta f of theta whole square minus g of theta whole square d theta ആണ് ഈ കേസിൽ റിക്വയർഡ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ കർവാണ് നമ്മൾ എഫ് ഓഫ് തീറ്റ എടുക്കേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ എന്ന് പറയുന്നത് ഇവിടെ റെഡ് ലൈനാണ് വരുന്നത്. ഇപ്പോൾ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 എടുക്കുക. അതേസമയം ജി ഓഫ് തീറ്റ 1 മൈനസ് കോസ് തീറ്റയും. പിന്നെ ഞാൻ പറഞ്ഞു -π/2 ടു π/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു π/2 ചെയ്താൽ റിക്വയർഡ് ഏരിയ ആയി. അപ്പോൾ ഇവിടെ ഏരിയ ഈക്വൽ ടു 2 ടൈംസ് പിന്നെ ആ 1/2 ഓൾറെഡി അവിടെ ഔട്ട്സൈഡ് ഉണ്ടായിരുന്നതാണ്. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 1 സ്ക്വയർ മൈനസ് 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു π/2 അതിനെ എക്സ്പാൻഡ് ചെയ്യുക. 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്ത് നമുക്ക് 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1ഉം 1ഉം ക്യാൻസലായി -2 കോസ് തീറ്റ എന്നുള്ളത് ഔട്ട്സൈഡ് ഒരു നെഗറ്റീവും കൂടെ ഉള്ളത് കൊണ്ട് അത് 2 കോസ് തീറ്റ പിന്നെ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ ലീനിയർ ആക്കി മാറ്റുക. അതിന് പവർ 1 വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനെ 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, therefore our integral is integral 0 to π/2 2 cos theta minus 1 plus cos 2 theta divided by 2 into d theta. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 കോസ് തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റ. ഇനി 1/2 -1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/2 തീറ്റ. അതുപോലെ മൈനസ് കോസ് 2 തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ 1/2 ഉണ്ട്. അപ്പോൾ -1/4 സൈൻ 2 തീറ്റ. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് 0 ടു π/2 അപ്ലൈ ചെയ്യുക. സൈൻ π/2 1 ആണ്. അപ്പോൾ 2 മൈനസ് π/4 മൈനസ് സൈൻ 2 തീറ്റയാണ്. അപ്പോൾ സൈൻ പൈ വരും. സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് സൈൻ 0 മൈനസ് θ/2ൻ്റെ വാല്യൂ തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0, സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ വീണ്ടും 0. അപ്പോൾ ലോവർ ലിമിറ്റിൽ എല്ലാ ടേംസും 0 ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2 മൈനസ് π/4 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രോബ്ലം ഇതുപോലുള്ള പ്രോബ്ലം തന്നെയാണ്. Find the area of the region that lies outside the cardioid r equal to 1 plus cos theta and inside the circle r equal to 3 cos theta. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ കേർവ്സ് രണ്ടും ആദ്യം ഒന്ന് വരച്ചെടുക്കുക. 1 പ്ലസ് കോസ് തീറ്റ എന്ന കേർവിനെ നമുക്കറിയുന്നതാണ്. അതിൻ്റെ ഒരു റഫ് സ്കെച്ച് വരച്ചു. 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കാർഡിയോയിഡാണ്. അതിനൊന്ന് റഫായിട്ട് വരച്ചെടുത്തു. പിന്നെ r ഈക്വൽ ടു 3 കോസ് തീറ്റ എന്ന സർക്കിളാണ്. ആ സർക്കിളിനെയും ഒന്ന് പ്ലോട്ട് ചെയ്യുക. സർക്കിളിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് കൊടുക്കുക. തീറ്റ വേരി ചെയ്യുന്നതിനനുസരിച്ച് സർക്കിൾ എങ്ങനെയാണ് വരുന്നത്, നേരത്തെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിച്ച മാർഗങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ സർക്കിൾ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് അറിയണം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് a ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ജി ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് അറിയണം. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് കർവ്സും ഇക്വേറ്റ് ചെയ്യുക. ഈക്വൽ ആവുന്ന തീറ്റയുടെ വാല്യൂ നോക്കുക. ഇപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ ഈക്വൽ ടു 3 കോസ് തീറ്റ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് കോസ് തീറ്റ ഈക്വൽ ടു 1/2. therefore തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് π/3. കോസ് തീറ്റ 1/2 ആവുന്നത് തീറ്റയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് π/3 ആവുമ്പോഴാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സായി -π/3 മുതൽ π/3 വരെയാണ് ഇത് വേരി ചെയ്യുന്നത്. അതേസമയം ഈ റീജിയണും നമുക്ക് കാർഡിയോയിഡിൻ്റെ ഔട്ട്സൈഡ് റീജിയണുമാണ്, അതേസമയം സർക്കിളിൻ്റെ ഇൻസൈഡ് റീജിയണുമാണ്. അപ്പോൾ റീജിയൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് സിമെട്രിക് അബൌട്ട് ദി ആക്സിസ് ആണ്, പോളാർ ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ
-π/3 മുതൽ ഇതാ തീറ്റ കണ്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. -π/3 മുതൽ π/3 വരെ തീറ്റ വേരി ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്താൽ മതി? 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to π/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ഏരിയ ആയി. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ടത് ഏതാണ് വലിയ കർവ് ഏതാണ് സ്മോൾ കർവ് എന്നാണ് നോക്കേണ്ടത്. അതിന് ഞാൻ പറഞ്ഞ മെത്തേഡ് പോളാർ ആക്സിസിൽ നോക്കുക, അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ റീജിയനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ബ്ലൂ കർവാണ്. ബ്ലൂ കർവ് എന്ന് പറയുമ്പോൾ 1 + cos θ ആണ് അതിൻ്റെ ഇക്വേഷൻ. അതാണ് ചെറിയത് വരുന്നത്. പിന്നെ അങ്ങോട്ട് വലുതായി പോകുമ്പോഴാണ് നമ്മൾ റെഡ് ലൈനിനെ ടച്ച് ചെയ്യുന്നത്. ആക്സിസിൽ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ പിന്നീടാണ് റെഡ് കർവ് വരുന്നത്. അപ്പോൾ റെഡ് വരുന്നിടത്ത് ഫങ്ഷൻ വലുതാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ 3 cos θ എന്ന ഇക്വേഷനാണ് ഇവിടെ f(θ) എടുക്കേണ്ടത്. ഓക്കെ, f(θ) എപ്പോഴും വലിയ കർവ് എടുക്കുക. Therefore, f(θ) = 3 cos θ and g(θ) = 1 + cos θ. Alpha -π/3 and beta = π/3. ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to π/3 ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. Therefore, our area is A = 2 × 1/2 integral 0 to π/3 3 cos θ whole square minus 1 + cos θ whole square dθ. ഇനി അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുക. 3 cos θ whole square എന്ന് പറയുമ്പോൾ 9 cos square θ ആണ്. അതേസമയം 1 + cos θ whole square-നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 + 2 cos θ + cos square θ എന്ന് വരും. ബ്രാക്കറ്റിന് പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് ഇവിടെ -cos square θ എന്ന ടേമും 9 cos square θ എന്ന ടേമും കൂടെ ചേർന്നിട്ട് 8 cos square θ ആയി. ഇനി പിന്നെ 2 cos θ ആണ് ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈൻ വരും, -2 cos θ, അതുപോലെ -1. ഓക്കെ, അപ്പോൾ cos square θ വന്നാൽ ഉടനെ തന്നെ നമ്മൾ അതിനെ ലീനിയർ ആയിട്ട് മാറ്റി എഴുതി 1 + cos 2θ / 2. ഇനി ഇത്രയും ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ integral 0 to π/3 4 × 1 + cos 2θ -2 cos θ -1 × dθ. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 4 ഔട്ട്സൈഡ് എടുത്തു ഫസ്റ്റ് ടേമിൽ നിന്ന്. 1 ഇൻ്റഗ്രൽ 1 dθ അതായത് തീറ്റ. ഇനി ഇൻ്റഗ്രൽ cos 2θ dθ ദാറ്റ് ഈസ് sin 2θ/2. ദെൻ -2 ഔട്ട്സൈഡ് എടുക്കാം. പിന്നെ -2 × ഇൻ്റഗ്രൽ cos θ dθ അതായത് -2 × sin θ. നെക്സ്റ്റ് ലാസ്റ്റ് ടേം -1 dθ ആണ്. ഇൻ്റഗ്രൽ -1 dθ ദാറ്റ് ഈസ് -θ. ഇനി 0 to π/3 ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് sin 2θയ്ക്ക് π/3 അപ്പർ ലിമിറ്റാണ് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 × π/3 + 1/2 ഔട്ട്സൈഡ് എടുക്കുക. sin 2θ ആണ്. അപ്പോൾ sin 2π/3 അത് √3/2. അപ്പോൾ ടോട്ടൽ വാല്യൂ √3/4 എന്ന് വന്നു. ദെൻ -2 sin θ ദാറ്റ് ഈസ് sin π/3. sin π/3യുടെ വാല്യൂ √3/2. ദെൻ തീറ്റയ്ക്ക് വീണ്ടും π/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലോവർ ലിമിറ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ടേംസ് 0 ആയി. അപ്പോൾ അപ്പർ ലിമിറ്റിലുള്ള വാല്യൂസ് മാത്രമാണ് ഉള്ളത്. അതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഏരിയ = π എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഗിവൺ ഈ റീജിയൻ്റെ ഏരിയ = π ആണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഒരു റീജിയൻ തന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പ്രോബ്ലത്തിൽ പറഞ്ഞത്. അപ്പോൾ r = sin θയും r = cos θയാണ് പിക്ചറിലുള്ളതെന്ന് ഫിഗറിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് നമ്മൾ നോക്കി, അതിൽ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? രണ്ടും ഇക്വേറ്റ് ചെയ്യുക. sin θ = cos θ. sin θ = cos θ എന്ന് പറയുമ്പോൾ
ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ്, തീറ്റ ഈക്വൽ ടു π/4 ആണ്. സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആവുന്നത് തീറ്റ π/4 ആവുമ്പോഴാണ്. ഓക്കെ, ഇനി തീറ്റയുടെ വാല്യൂ കിട്ടി നമുക്ക്. തീറ്റ π/4 ആണ്. അപ്പോൾ 0 മുതൽ π/4 വരെയാണ് തീറ്റ വേരി ചെയ്യുന്നത്. ദെൻ ദി റിക്വയർഡ് ഏരിയ ഈസ് ഗിവൺ ബൈ a ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു π/4 1/2 സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. അതായത് ഇതിൽ രണ്ട് കേർവും കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. 1/2. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത്, ഇപ്പോൾ ഈ കേർവിന് നമുക്ക് ഓൾറെഡി ചെയ്ത പോലെ അല്ല ഈ കേസിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ജി ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റയാണ് നേരത്തെ ചെയ്തത്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് ഈ റീജിയൻ്റെ നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് നോക്കുമ്പോൾ അത് തീറ്റ π/4 ആണെന്ന് കിട്ടി. എന്നിട്ട് റീജിയനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒരെണ്ണം ആർ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന റെഡ് കർവ് ഇല്ലേ, അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരു റീജിയൻ. ആ റീജിയൻ തീറ്റ 0 മുതൽ π/4 വരെ വേരി ചെയ്യുമ്പോഴുള്ള റീജിയനാണ് ആ ഹാഫ് പോർഷൻ വരുന്നത്. ആ തീറ്റ ഈക്വൽ ടു π/4 എന്ന് മാർക്ക് ചെയ്ത ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ നമ്മുടെ റീജിയണിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആ റെഡ് കേർവിൻ്റെ മുകളിലേക്ക് തീറ്റ π/4 വരെ വരുന്ന ആ റീജിയൻ. ഓക്കെ, അപ്പോൾ അവിടെ ആർ ഈക്വൽ ടു സൈൻ തീറ്റയാണ്. തീറ്റ വേരി ചെയ്യുന്നത് 0 മുതൽ π/4 വരെയാണ്. അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് പോർഷൻ്റെ ഏരിയയായി. ഇനി നമുക്ക് ബാക്കി ഹാഫ് പോർഷൻ്റെയും കൂടെ കിട്ടണം ഏരിയ. അപ്പോൾ ഇത്രയും പോർഷൻ്റെ ആദ്യം പറഞ്ഞ ഈ റെഡ് ലൈന് വരുന്ന ആർ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന കേർവ് പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ റീജിയൻ ഉണ്ടല്ലോ, 0 ടു π/4 തീറ്റ വരുമ്പോൾ ഉള്ള ആ റീജിയൻ്റെ ഏരിയ എങ്ങനെ നമുക്ക് കാണാം? നേരത്തെ നമുക്ക് ഫോർമുല ഉണ്ട്, അത് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ആർ സ്ക്വയർ ഡി തീറ്റയാണ്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് നമ്മുടെ സൈൻ തീറ്റ എന്ന കേർവാണ്. ഓക്കെ, ആർ ഈക്വൽ ടു സൈൻ തീറ്റയാണ് ഈ റെഡ് സർക്കിള്. അതേസമയം ഇപ്പോൾ ഹാഫ് പോർഷൻ്റെ ഏരിയ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കണം, നമ്മുടെ മുഴുവൻ റീജിയൻ്റെ ഏരിയ ആവണമെങ്കിൽ ഈ ബ്ലൂ സർക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ പാർട്ടും കൂടെ വേണം. അപ്പോൾ തീറ്റ π/4 മുതൽ ഈ ബ്ലൂ സർക്കിളിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് തീറ്റ π/2 വരെ വേരി ചെയ്യുമ്പോഴാണ്. അപ്പോൾ π/4 കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള ബ്ലൂ ലൈൻ വരെയുള്ള പോർഷനാണ് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ തീറ്റ π/4 മുതൽ π/2 വരെ വേരി ചെയ്യുമ്പോൾ ഈ ആർ ഈക്വൽ ടു കോസ് തീറ്റ എന്ന കേർവ് ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ റീജിയൻ്റെ ഏരിയ എന്ത് വരും? ഇൻറ്റഗ്രൽ π/4 ടു π/2 1/2 ആർ സ്ക്വയർ ഡി തീറ്റ. അതായത് 1/2 ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആർ ഈക്വൽ ടു കോസ് തീറ്റ എന്ന പിന്നെ സർക്കിളാണ് ഈ ബ്ലൂ വരുന്നത്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ, ഇതാണ് ടോട്ടൽ ഏരിയ വരിക. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ഒരെണ്ണം 0 ടു π/4 1/2 സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റയും പിന്നെ π/4 ഇൻറ്റഗ്രൽ π/4 ടു π/2 1/2 കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റയും. അപ്പോൾ ഗിവൺ റീജിയനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, ദെൻ ഇനി ഇൻറ്റഗ്രേഷൻ നടത്തുക. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയാണ് ഇൻറ്റഗ്രേഷനകത്തുള്ളത്. അതിനെ ലീനിയർ ആക്കി മാറ്റാൻ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റയെ ലീനിയർ ആക്കി മാറ്റാൻ 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/4 ഔട്ട് സൈഡ് കിട്ടും. പിന്നെ ഇൻറ്റഗ്രൽ 0 ടു π/4 1 മൈനസ് കോസ് 2 തീറ്റ പ്ലസ് 1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ π/4 ടു π/2 1 പ്ലസ് കോസ് 2 തീറ്റ. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഏരിയ π-2/8 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ π-2/8 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഷെയ്ഡഡ്
ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ആർ ഈക്വൽ ടു 1ഉം ആർ ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ എന്ന ഈ രണ്ട് കേർവ്സ്, 1 പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ആ കാർഡിയോയിഡാണ്, ബ്ലൂ കേർവ്. അത് പിന്നെ ഈ രണ്ട് കേർവ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയയാണ് കാണേണ്ടത്. ഇവിടെ ഏത് മാർഗത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നോക്കുക. ഏതാണ് വലിയ കേർവ്, ഏതാണ് സ്മോൾ കേർവ്. ഈ സർക്കിളിൻ്റെ ഔട്ട്സൈഡ് റീജിയൻ ആണ്, അതേസമയം കാർഡിയോയിഡിൻ്റെ ഇൻസൈഡ് റീജിയൻ ആണ്. അപ്പോൾ ഏത് കേർവാണ് വലുത് വരുന്നത്, ഏതാണ് സ്മോളർ കേർവ്, അതേസമയം അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നും കൂടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റാണ് കിട്ടുക. ഇത് കണ്ടോ, ഇവിടെയാണ്, അത് തീറ്റ ഈക്വൽ ടു 0യിലാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് വേരി ചെയ്യുന്നത് തീറ്റ π/2 വരെയാണ്. ഈ പോയിൻ്റ് അവിടെ അവരെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, ബ്ലൂ ലൈനും പിന്നെ റെഡ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയാം ആ തീറ്റ ഇവിടം വരെ എത്തി എന്ന് പറയുമ്പോൾ അത് തീറ്റ π/2 ആണ്. ഓക്കെ, എന്നിട്ട് ഈ റീജിയൻ്റെ ഏരിയ നിങ്ങൾ കണ്ടെത്തുക. അതും കൂടെ അടുത്ത ദിവസം എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ വർക്ക്. അപ്പം ഞാൻ ഈ പ്രോബ്ലം നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം, ഈ സെഷൻ വാച്ച് ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലം എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ.